നമസ്കാരം. എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 30/12/2023 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 640/2023 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കോർപ്പറേഷൻ. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 39,300 രൂപ മുതൽ 83,000 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസെപ്റ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1986 1/1/2005 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻ കേസ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇൻസ്പെക്ടേഴ്സ്, അതുമല്ലെങ്കിൽ മിനിസ്ട്രിയൽ സ്റ്റാഫ് എംപ്ലോയിഡ് ഇൻ അപ്പെക്സ് അല്ലെങ്കിൽ റീജിയണൽ, അതുമല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവരാണെങ്കിൽ അവർക്കും, അതേപോലെ ഇൻ കേസ് ഓഫ് ക്ലർക്ക് അല്ലെങ്കിൽ മാനേജർ, അതുമല്ലെങ്കിൽ സെക്രട്ടറി ഇൻ പ്രൈമറി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഇൻ സ്റ്റേറ്റോ ഉള്ളവരാണെങ്കിൽ അവർക്കും ഏജ് ലിമിറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് 38 വയസ്സ് കംപ്ലീറ്റ് ആവാത്തവരാണെങ്കിൽ, അതായത് 1/1/2023 38 വയസ്സ് കംപ്ലീറ്റ് ആവാത്തവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യമായി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് BCom ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് കോപ്പറേഷൻ ആസ് സ്പെഷ്യൽ സബ്ജക്റ്റായി, അതായത് BCom ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റായി പഠിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം രണ്ടാമത് ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് നിന്നോ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടേതോ, അതും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ UGC അംഗീകരിച്ച ഒരു ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും വേണ്ടതാണ്. അതിൽ ആദ്യമായി വരുന്നത് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ HDC, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക്
സക്സസ്ഫുള്ളി കംപ്ലീഷൻ ഓഫ് സബോർഡിനേറ്റ് പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റേതോ അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് അവാർഡഡ് ബൈ ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരളയുടേതോ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന 4 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണവും അതോടൊപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയും പാസ്സായിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മൂന്നാമത് ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതും ഡിഗ്രി ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആ പറയുന്ന ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നാലാമത് ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് ആൻഡ് കോപ്പറേഷൻ ആസ് സ്പെഷ്യൽ സബ്ജക്റ്റായി നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ ഹയർ എഡ്യൂക്കേഷൻ്റെ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അഞ്ചാമത് ഓപ്ഷനായി നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കോപ്പറേഷൻ ഡിഗ്രി, അതും ബാച്ചുലർ ഓഫ് കോപ്പറേഷൻ അവാർഡഡ് ബൈ ദി ഗാന്ധി ഗ്രാമ റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇനി ഇതിലൊന്നും പെടാത്ത, അതായത് ഇൻ കേസ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ, അതുമല്ലെങ്കിൽ മിനിസ്ട്രിയൽ സ്റ്റാഫ് എംപ്ലോയിഡ് ഇൻ അപ്പെക്സ് അല്ലെങ്കിൽ റീജിയണൽ, അതുമല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളവരോ, അതുമല്ലെങ്കിൽ എംപ്ലോയീസ് ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളവരോ ആണെങ്കിൽ അവർക്കുള്ള ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് എക്സാമിനേഷനോ പാസ്സായിരിക്കണം. രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ പാസ്സായിട്ടുള്ളവരോ, അത് ഇല്ലാത്ത പക്ഷം, രണ്ടാമത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷനോ പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇൻസ്പെക്ടേഴ്സ്, അതും ഏതെങ്കിലും ഒരു മിനിസ്ട്രിയൽ പോസ്റ്റിൽ, അതായത് അപ്പെക്സ് അല്ലെങ്കിൽ റീജിയണൽ, അതുമല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുമില്ലാത്ത പക്ഷം, അതും സ്റ്റേറ്റിലായാലും കുഴപ്പമില്ല, അതുമില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി, അതുമല്ലെങ്കിൽ മാനേജർ ഇൻ പ്രൈമറി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ സ്റ്റേറ്റിലുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം സർവീസ് സർട്ടിഫിക്കറ്റ് താഴെ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിലുള്ള സർവീസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായി ശ്രമിക്കേണ്ടതാണ്. ഈ പറയുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും എംപ്ലോയായി ജോലി ചെയ്യുന്നവർക്ക് ഉള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവുന്നതല്ല. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/1/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.